ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 54-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുരു ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. നമ്മുടെ ജാഗ്രതത്തിനെയും സ്വപ്നത്തിലെയും അതിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ നമുക്ക് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ഉറപ്പിക്കുക. അത് ഏത് രീതിയിലാണ്? നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മനനം ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഗുരു പറയുന്നത്, ഉണരും അവസ്ഥയുറക്കിൽ ഇല്ലുറക്കം പുനരുണരുമ്പോഴതും സ്ഫുരിക്കുകയില്ല. അനുദിനം ഇങ്ങനെ രണ്ടുമാദ്യമായ വനിതയിൽ നിന്ന് പുറന്നു മാറിയിടുന്നു. അപ്പം ഇവിടെ ഉണരും അവസ്ഥ ഉറക്കിൽ, മുൻപ് നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീരണം അറിവായി. അപ്പം അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഗുരു മുന്നോട്ട് പോകുമ്പോഴും അതിനെ മാറ്റാതെ, ചില വാക്കുകൾ പോലും മാറ്റാതെയാണ് ഗുരു അതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പീറ്റേഷൻ, വീണ്ടും വീണ്ടും ഇതിനെ തന്നെ പറയുന്നത്, ചില വാക്കുകൾ ഉൾപ്പെടെ? കാരണം ഇത് നമ്മൾ അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ജനനം, പുനരഭി ജനനം, പുനരഭി മരണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല. അപ്പം നമ്മുടെ വാസനകൾ അതിശക്തമായിട്ട് സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളിൽ, കാരണ ശരീരങ്ങളിൽ കിടക്കുക. അതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, അതിന് വറുത്ത് കളയണമെങ്കിൽ, കാരണം വറുത്താൽ പിന്നെ അത് വീണ്ടും കിളുക്കില്ല എന്ന് പറഞ്ഞ പോലെ, ഇതിന് നമുക്ക് പരിപൂർണമായിട്ട് ഈ സംസാര വൃക്ഷത്തിൻ്റെ വേരുകളെ നമുക്ക് പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ ഉണരും അവസ്ഥ ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ ഉണരുന്ന അവസ്ഥ ഉറയ്ക്കുക, തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഇല്ല ഉറക്കം. പിന്നെ അവനെ സംബന്ധിച്ച് ഈ ഉണരുക ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് വ്യവഹാരത്തിൽ നടക്കുന്നതാണ്. ഈ മനസ്സ് ആബ്സെൻ്റ് ആവുന്നു, പിന്നെ ചില സമയത്ത് മനസ്സ് വേക്കിംഗ് ഇതിൽ വരുന്നു. അപ്പോൾ നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തി പറയുന്നതാണ് ഈ ഉറക്കവും ഉണർവും എന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ തൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ പിന്നെ ആരാണ് ഉറങ്ങുന്നത്, ആരാണ് ഉണരുന്നത്? അപ്പോൾ ഇവിടെ ആ ഒരു ഉറപ്പ് ഉണ്ടാകുകയാണ്. ഉണരുമ്പോഴതും സ്ഫുരിക്കുകയില്ല. വീണ്ടും വ്യവഹാരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അങ്ങനെ മുൻപത്തെ പോലെ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് പ്രവൃത്തിയാരുടെ ഉദ്യോഗമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞു. അതുപോലെ ലോക സംഗ്രഹ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഏത് മഹാത്മാക്കളോട് നമ്മൾ ചോദിച്ചാലും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും, അവിടെയൊക്കെ ഈ രീതിയിലുള്ള ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മറുപടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗുരു, അല്ലെങ്കിൽ ശരിക്കും ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തികൾ ഈ സൊസൈറ്റിയിൽ ഈ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും, മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെ പ്രവർത്തിക്കുമ്പോഴും, വിചാരങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള ഭാവത്തിൽ കഴിയുമ്പോഴും അവരിതിലൊന്നിലും പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, അത് വീണ്ടും
പുനരുണരുമ്പോഴതും സ്ഫുരിക്കുകയില്ല. അനുദിനം ഇങ്ങനെ രണ്ട് ആദിമായ വനിതയിൽ നിന്ന് പുറന്നു മാറിയിടുന്നു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ രീതിയിലേക്കുള്ള ഒരു ഉണർവ് സംഭവിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഈ അനുദിനം ഇങ്ങനെ മാറി മാറി വരുന്നത്, അതായത് ജാഗ്രതും ഉറക്കവും രാത്രിയും പകലും, അതാണ് ഇവിടെ അനുദിനം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. രണ്ട് ആദിമായയിൽ. അപ്പോൾ ഇവിടെ ആദിമായ എന്ന് പറയുന്നത് അജ്ഞാനമാണ്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയിലാണ് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത്. ഗാഠനിദ്രയിലോ ഒന്നും ബാധിക്കുന്നില്ല, കാരണം അവിടെ സത്ത് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മായ ഇല്ലാതാകണമെങ്കിൽ, ഈ മായ എന്നേക്കുമായിട്ട് നമുക്ക് എരിച്ചു കളയണമെങ്കിൽ ആ ഉണരുന്ന അവസ്ഥ ഉറയ്ക്കണം. അങ്ങനെ അറിവിൽ, അതായത് ഗീതയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞനായിട്ട് മാറുക. അങ്ങനെ ഓരോരുത്തരും സ്ഥിതപ്രജ്ഞനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിനുമൊക്കെ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. സംഘർഷങ്ങളില്ലാത്ത വളരെ ശാന്തസുന്ദരമായ ലോകം. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.